ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ബാലന് ഓരോന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ദേവമംഗലത്ത് അലോകിന്റെ അടുത്തേക്ക് രാജശ്രീ വരുവാണ്. വരുന്ന സമയത്ത് അലോക് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വെക്കുക. ആ സമയം രാജശ്രീ ചോദിച്ചു, എടാ നീ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞമ്മേ, അതങ്ങനെ തന്നെ നടക്കണമെന്ന് പറഞ്ഞു. എടാ അലോകെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, വലിയ വലിയ തീരുമാനങ്ങളൊന്നും നീ എടുക്കണ്ട, അതൊന്നും ശരിയാകത്തില്ല. ഇപ്പൊ നീ വലിയ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അമ്മേ, നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പിച്ച അത് നടപ്പാക്കിയേ മതിയാവുള്ളൂ. അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, നിന്റെ പ്ലാൻ എന്താടാ? നീ എന്ത് ചെയ്യാൻ പോവുക? അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ് പൂജയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു സ്വാഭാവികമായിട്ടൊരു അപകടം ഉണ്ടാവണം എന്ന് പറയണം. സ്വാഭാവികമായിട്ടോ? അതെ, ഈ തീപിടുത്തം പോലെ ഒന്ന് ബാക്കിയുള്ളവർക്ക് തോന്നണം അത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒന്നാന്ന്. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. എടാ ലോകെ, അതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, അതൊക്കെ വേണോന്ന് ചോദിച്ചു. അമ്മേ, പൂജ മുടക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. ഈ അഗ്നിപൂജയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അത് ഇത്ര റിസ്ക് ഉള്ള പൂജയാണ്, അത്ര എളുപ്പം നടത്തുന്ന ഒരു പൂജയൊന്നും അല്ല. അതുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അവർക്കൊരു സംശയത്തിലിട നമ്മൾ കൊടുക്കത്തില്ല. അലോകെ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ പിടിക്കപ്പെടാനമ്മേ? അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കുക. എടാ അതല്ല, ഇതിനു മുമ്പ് ഉണ്ടായ സംഭവങ്ങളൊക്കെ നിനക്കറിയാലോ. അവരെ നമ്മൾ എപ്പോഴൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് തിരിച്ചടി കിട്ടിയിട്ടുള്ളൂ. ആനന്ദിന്റെ വിവാഹം മുടക്കാൻ നോക്കി, എന്നിട്ട് എന്തായി ഒടുവില്? അതുപോലെ തന്നെ ധർമ്മന്റെ വിവാഹം നമ്മൾ മുടക്കില്ലേ? പക്ഷേങ്കില് ആ സമയത്ത് സുഗന്യ പിന്നീട് ആ വീട്ടിലേക്ക് കയറി ചെന്നതിന് ശേഷം ആ പെണ്ണ് വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇതിന്റെ പിന്നിൽ ആരാ കളിച്ചതെന്നൊക്കെ. അതാ പറഞ്ഞത്, നമ്മൾ അവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കുന്നിടത്തോളം അവർ നമുക്കിട്ട് പണി തന്നോണ്ടിരിക്കും. എന്റെ അമ്മേ, അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറാൻ പറ്റുന്ന കാര്യമാണെന്ന് അലോക് പറഞ്ഞു. ഇവിടെ നമുക്ക് മുന്നോട്ട് ജയിച്ചല്ലേ മതിയാവുള്ളൂ. അതിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ചെയ്യാൻ ഉറപ്പിച്ചു. ആ വിൽപത്രം ഒരു കാരണവശാലും ആ വിൽപത്രം പ്രകാരം അപ്പച്ചിക്ക് സ്വത്തുക്കളൊന്നും കിട്ടാൻ പാടില്ല. ആ വിൽപത്രം ഇല്ലാതാവണം, അത് കത്തിച്ചാമ്പലാവണം. അതിന് വേണ്ടിയിട്ടല്ലേ ഞാനിത്ര റിസ്ക് എടുക്കണേ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അനന്തൻ അങ്ങോട്ടേക്ക് വരുന്നേ. അന്തരത്തില് കേട്ടായിരുന്നു ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ. അനന്തം വന്നിട്ട് ചോദിച്ചു, എന്താ ആലോക പറയുന്നേ? നീ ആരെക്കുറിച്ചാ പറയണെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്താടാ? ഞങ്ങൾ അറിയാതെ പല തീരുമാനം എടുക്കുന്നുണ്ടോ? ഒന്നുമില്ല വിളിച്ച. അങ്ങനെ എന്തേലും ഉണ്ടാവരുത്, അറിയാലോ. ആരേലും ഇല്ലാതാക്കാനും വല്ല പ്ലാനും എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞാൽ മതി വിളിച്ച. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയണ. നിന്നെ എനിക്ക് അറിയാമല്ലോ അലോകെ, അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയണത്. വേണ്ടാത്ത പണിക്കൊന്നും പോവാതിരിക്കുന്നത് നിനക്ക് നല്ലത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞു വരുന്നുള്ളൂ. അതിനകത്ത് എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തേലും ഉണ്ടെന്ന് ഞാൻ തെളിഞ്ഞ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അനന്തന്റെ വേറൊരു മുഖമായിരിക്കും നീയൊക്കെ കാണാൻ പോന്നെ എന്നും പറഞ്ഞിട്ട് അനന്തൻ അങ്ങോട്ട് കീറിപ്പി. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, കേട്ടില്ലേടാ മോനെ, എല്ലാവർക്കും ഈ കാര്യം കേട്ട് ഞാൻ ഭയങ്കര വിഷമമാണ്. ഒരു പക്ഷെ നീ എന്തേലും കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ അതിന്റെ പേര് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്റെ അമ്മേ, അങ്ങനെ അങ്ങ് പേടിച്ചോടാ ഒളിച്ചോടാ എന്നെ കിട്ടത്തില്ല. ഈ അലോകിനറിയാം എന്ത് ചെയ്യണമെന്ന്. അലോക് ഒരു കാര്യം തീരുമാനിച്ച തന്നെയാ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഈ അലോകിനോടാ കളി എന്നും പറഞ്ഞിട്ട് അലോക് അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് ബാലൻ പൂജയ്ക്ക് പോകാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് വന്നു. ഗോമതിയെ വിളിക്കുകയാണ്. ഗോമതി, എല്ലാരും എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി എന്നിട്ട് പറഞ്ഞു, ഇത് എല്ലാരും റെഡിയായിക്കൊണ്ടിരിക്കുക. അല്ല, നീ റെഡിയായില്ലേ? ഞാൻ റെഡിയായി കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവി അങ്ങോട്ട് വന്നു. ദേവി വിളിച്ചു, അല്ല ആനന്ദ് എന്തിയെ? ആനന്ദാണ്ട് ഇപ്പൊ തന്നെ വരും വെച്ചാന്ന് പറഞ്ഞു. ആ സമയം മിത്ര അങ്ങോട്ട് വന്നു. മിത്രയോട് ചോദിച്ചു, മോളെ, പൂജയ്ക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് നീ വെച്ചിട്ടില്ലേ? അതൊക്കെ ഇന്നലെ തന്നെ അയൺ ചെയ്ത് ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരിനെ അതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സമയം ഗോമതി പറഞ്ഞു, അല്ല അവളിത് എപ്പോഴാ വരണേന്ന് ചോദിച്ചു. ആരിനെ അങ്ങോട്ടേക്ക് വന്നോളും അപ്പച്ചിന്ന് പറഞ്ഞു. അതെ, അവനോട് വല്ല ബസ്സിനും വന്നാൽ മതി എന്ന് പറ, ബൈക്കിനൊന്നും വരണ്ടാന്ന് പറ. ഇത് കേട്ടോണ്ട് വന്ന മീനാക്ഷി പറഞ്ഞു, എന്റെ അമ്മേ, അതിനങ്ങോട്ട് വല്ല ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്നാലും എനിക്ക് പേടിയാ. അതെ, പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ബൈക്കിനൊന്നും അവനോട് വരണ്ടെന്ന് പറ. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേ, ആരും കൊച്ചു കുഞ്ഞൊന്നും അല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയം ആനന്ദ് ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു. ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ദേവി, ഒരു കാര്യം ഞാൻ പറയാം. വീട്ടിലിരിക്കുവാന്ന് കരുതിയിട്ട് അടുക്കള കയറി അത് ചെയ്ത് ഇത് ചെയ്ത് പ്രശ്നമാക്കരുതെന്ന് പറഞ്ഞു. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോണം. ദേ, അമ്മയുടെ ഉപദേശം ഇപ്പൊ കഴിഞ്ഞോളൂ. അമ്മ കുറെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, അടുക്കള കയറരുത്, അടുക്കള കയറി ജോലി ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയല്ലേ ആനന്ദേട്ടൻ പറയാനുള്ള. എനിക്കറിയാം, ആനന്ദേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. മിത്ര പറഞ്ഞു, ഞാനിവിടെ ഉണ്ടല്ലോ ആനന്ദേട്ട,
ഞാൻ നോക്കിക്കോളാം ശ്രീദേവിച്ചിയുടെ കാര്യങ്ങളൊക്കെ. ശ്രീദേവിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല എന്തി ധർമ്മനും സുഗന്യന്തി അവരെ കണ്ടില്ലല്ലോ? അതെ, അവരെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ അങ്ങോട്ട് വന്നു. കോമതി പറഞ്ഞു, നീ ഇത്ര സമയം എന്തെടുക്കുമായിരുന്നു? അല്ലമ്മ ഞാനത് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒന്നൊരു കാര്യം ചെയ്പ്പോയി ആ ധർമ്മനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഞാനും കൂടെ പാൻ ചെറിയച്ഛനെ വിളിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ധർമ്മന്റെ മുറിയിലേക്ക് പോവാ. ആ സമയം സുകന്യെ കള്ളപ്പെട്ട് കിടക്കുവാണ് വയ്യെന്നും പറഞ്ഞുകൊണ്ട്. ധർമ്മം പറഞ്ഞു, സുകന്യെ വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലോ? വേണ്ട വേണ്ട, അത് വേണ്ട. ഒരു 2-3 മണിക്കൂർ കിടന്നു കഴിയുമ്പോ അതും കൂടി ഓക്കെ ആവുന്നേ. അല്ല നിനക്ക് ഇങ്ങനെ തലകറക്കം ഇടയ്ക്ക് ഉണ്ടാവാറുള്ളതാണോ? ഇതിനുമുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കുറെ സമയം കിടന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മാറിയത്. അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കിടന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നാ പറഞ്ഞേ. പക്ഷെ എന്റെ വിഷമം അതല്ല. ഞാൻ കാരണം ഇപ്പം ധർമ്മേട്ടനും പൂജയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു വിഷമം എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അല്ല സാരമില്ല, പോട്ടെ. നിന്നെ ഇങ്ങനെ ഈ അവസ്ഥയിലിട്ടിട്ട് ഞാൻ എങ്ങനെയാ പോന്നേ? അല്ല നിനക്ക് കുറയുവാണെ നമുക്ക് പോകാന്ന് പറഞ്ഞു. അതിപ്പോഴെങ്കിലും കുറയുന്ന ലക്ഷണം കാണുന്നില്ല. 2-3 മണിക്കൂർ ഇങ്ങനെ കിടക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. പോവാനായിട്ട് റെഡിയായതല്ലേ, പോവാത്തന്റെ വിഷമം എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ധർമ്മേട്ട ഞാൻ കാരണം വിഷമമായല്ലോ എന്നൊക്കെ പറഞ്ഞു. ധർമ്മം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേണേ നമുക്ക് പോവാം. അയ്യോ എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അനങ്ങാൻ പറ്റില്ലെന്നോ? അതെ, എടുക്കുന്ന സമയത്തെ ശരീരം അങ്ങനെ ഷേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും തല ഇറങ്ങുമെന്ന് പറഞ്ഞു. അതിന് നിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എങ്ങനെയാലും ഹോസ്പിറ്റലിൽ എത്തിച്ചോളാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അത് ശരിയാകത്തില്ല ധർമ്മേട്ടാന്നൊക്കെ സുകന്യ പറയാ. തന്റെ കള്ളത്തരം പൊളിയോന്നൊരു പേടി. ഒരു കാരണവശാലും സുകന്യക്കും പൂജയ്ക്ക് പോകാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ധർമ്മനെ വിടാനും പാടില്ല. അതൊക്കെയാണ് സുകന്യയുടെ മനസ്സിലെ ചിന്ത. അപ്പോഴേക്കുമാണ് അനുശ്രീയും മിത്രയും കൂടെ അങ്ങോട്ട് വരുന്നത്. മിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ സുകന്യേച്ചി പൂജയ്ക്ക് പോണില്ലേന്ന് ചോദിച്ചു. എന്ത് പറയാൻ എന്റെ മോളെ, പൂജയ്ക്ക് പോകാനായിട്ട് റെഡിയായതാ. അപ്പൊ ഇവൾക്ക് ഭയങ്കര തലകറക്കം, ഇവളിവിടെ കിടക്കുക. ആ സമയം സുകന്യ പറഞ്ഞു, അതെ എനിക്ക് തീരെ വയ്യാന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ധർമ്മേണ്ണനെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. എന്റെ അടുത്ത് ആരെങ്കിലും വേണം, എനിക്ക് ധർമ്മേണ്ണന്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, അയ്യോ അത്രയ്ക്ക് വലിയ പ്രശ്നമാണ്, ഹോസ്പിറ്റലിൽ പോകാന്ന് പറയാ. ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. മുമ്പ് ഇതുപോലെ ഒരു തലകറക്കം ഉണ്ടായ സമയത്ത് എനിക്കൊരു മെഡിസിൻ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ആ മെഡിസിൻ ഞാൻ കഴിച്ചു. ഇനി 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്താൽ മതി. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന്. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ധർമ്മേണ്ണൻ എന്നെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അതിനെന്തിനാ ചെറിയച്ഛൻ ഇരിക്കുന്നത്? ചെറിയച്ഛൻ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയച്ഛൻ പൂജയിൽ പോയി പങ്കെടുത്തു. അല്ല അപ്പം ഇവളുടെ കാര്യമോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശ്രീദേവിയെ നോക്കാനായിട്ട് ഞാനിവിടെ ഇരിക്കുന്നില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ ഒരാളും കൂടെ ഇരിക്കേണ്ട കാര്യമില്ല, മാമൻ ഇരിക്കേണ്ട കാര്യമില്ല. മാമൻ പോയിക്കോ. അങ്ങനെ ധർമ്മനെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പത്തേന് സുകന്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുകന്യ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി സുകന്യക്ക്. ഇതേ സമയത്ത് അലോക് ദേവമല ക്ഷേത്രത്തിലെ മാനേജരെ കാണുകയാണ്. അപ്പൊ അയാളെയാണ് അച്യുതം വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നേ. അങ്ങനെ അയാളെ കണ്ടു കഴിഞ്ഞിട്ട് അലോക് പറഞ്ഞു, അതെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അച്ഛൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെയൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയണം. അപ്പോഴേക്കും അലോക് കുറച്ച് പൈസ എടുത്തു കൊടുത്തു. എന്തിനാ മോനെ പൈസ? ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്ര പൈസയുടെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു. ഇതിരിക്കട്ടെ നിങ്ങളെന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് അങ്ങോട്ട് കൊടുത്തു. അതെ ഞാൻ പറയുന്ന പോലെയൊക്കെ ഇനി ചെയ്യണമെന്ന് പറയണം. എന്ത് ചെയ്യാനാ? അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം കാര്യങ്ങളെന്ന് പറഞ്ഞാല് ഈ പൂജ ശുഭകരമായിട്ട് നടക്കരുത്, മുടക്കമുണ്ടാണോ, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കരുത്. ഒരാള് ഹോമിക്കപ്പെടണമെന്ന് പറയണം. ഹോമിക്കപ്പെടണമെന്നോ? എന്റെ മോനെ ആ അഗ്നികുണ്ടത്തിലേക്ക് അങ്ങനെ വീണ് പോയിട്ട് തീർന്ന് പറയണം. വീഴണം ചേട്ടാ, അതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ പൈസ തന്നേന്ന് പറയണം. വീഴിക്കാനോ? ദേ മോനെ അതൊന്നും പറ്റില്ല, ഈ പൈസ അങ്ങ് പിടിച്ചോ, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ ചേട്ടാ, ചേട്ടന് നേട്ടങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ചേട്ടനാ ചെയ്തെന്ന് ആരും അറിയത്തില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പോലെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അഗ്നികുണ്ടത്തിലേക്ക് വീഴുന്നു അപ്പച്ചി. അയ്യോ അതൊന്നും ശരിയാകത്തില്ല മോനെ. എന്റെ ചേട്ടാ ഞാനല്ലേ പറയണത്. ചേട്ടൻ ആരും സംശയിക്കാനും പോകുന്നില്ല. അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ എങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ. അത് കേട്ടിപ്പോ അയാൾ പറഞ്ഞു, അതൊക്കെ വലിയ തെറ്റാ മോനെ. എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ പിടിക്കപ്പെടുന്ന? അല്ലെങ്കിൽ തന്നെ കുറെ ദോഷങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ മൃത്യു ആ കുടുംബത്തിൽ ആരെയോ പിന്തുടരുന്നുണ്ട്, അതുകൊണ്ടല്ലേ പൂജ ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ പൂജ സമയത്ത് എങ്ങനെ സംഭവിച്ചു പോയാലും ആൾക്കാരെ ഓർക്കും എന്താ ഇപ്പൊ ഈ ദോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നല്ലേ. അതുകൊണ്ട് ആ കാര്യത്തിലൊരു വിഷമം വേണ്ട ചേട്ടന്. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഇതിപ്പോ ഒരു ടോക്കൺ അഡ്വാൻസ് മാത്രം തന്നെ, ഇതിന്റെ പിന്നാലെ ഇനി ഇഷ്ടം പോലെ പൈസ തരും. ചേട്ടൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, പറയുന്ന പോലെ അങ്ങോട്ട് അനുസരിച്ചാൽ മതി.
അല്ല അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂടാ മോനെ, അതെന്ത് ചെയ്യാൻ പറ്റുമെന്നോ. അപ്പച്ചി ആ ഹോമകുണ്ടത്ത് വീണം, പക്ഷെ അത് സ്വാഭാവികമായിട്ട് വീണതാണെന്ന് എല്ലാവർക്കും തോന്നാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചില ട്രിക്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ഇത് വേറെ ആരും അറിയാനായിട്ട് പാടില്ല, കാരണം എൻ്റെ അച്ഛനൊന്നും ഒരിക്കലും അറിയാനായിട്ട് പാടില്ല. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊക്കെ ശരിയാകും, ശരിയാക്കണം, എങ്കിൽ മാത്രമേ ചേട്ടന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അറിയാലോ, ഇതിന്റെ പേരിൽ ചേട്ടൻ എന്തായാലും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അയാളെ പ്രലോഭിപ്പിക്കുകയാണ്. അയാൾ അതിനകത്ത് വീണു. പിന്നീട് അലോക തന്റെ ഗൂഢതന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു. അയാൾക്ക് സമ്മതമായിരുന്നത്, ഒരു കാരണവശാലും തന്നെ അയാൾ സംശയിക്കാനും പോകുന്നില്ല എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലനും ഗോമതി എല്ലാവരും കൂടെ ദേവമല ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറുന്നതിന് മുമ്പ് ബാലൻ പറഞ്ഞു, അല്ല അവര് പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, എല്ലാം ഉണ്ട് ബാലേട്ടാ. പിന്നീട് അനുസരിച്ചു, അല്ലമ്മ ഇനി എന്തേലും വേണോ? ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും കൊണ്ടിട്ടുണ്ട്, കറുകയും അതുപോലെ തന്നെ നാരങ്ങയൊക്കെ വേണമായിരുന്നു, അതൊക്കെ എടുത്തോന്ന് ചോദിച്ചു. നിന്നോട് അത് എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് മീനാക്ഷിയോട് ചോദിച്ചു, മോളെ സുകന്യയുടെ മിത്രയുടെയും ശ്രീദേവിയുടെ തലക്കൊഴിഞ്ഞ നാണയങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടോ, അത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം അവനോട് ചോദിച്ചു, അല്ല ധർമ്മ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്ത്? സുകന്യയുടെ തലക്കൊഴിഞ്ഞ് നാണയം. അല്ല അത് മീനാക്ഷിയോടല്ലേ എടുക്കാൻ പറഞ്ഞത്. മീനാക്ഷി പറഞ്ഞു, അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയി, എന്നോട് പറഞ്ഞത് മിത്രയുടെ ശ്രീദേവിച്ചിനും തലക്കൊഴിഞ്ഞ് നാണയം എടുക്കാനായിട്ടാ. മാമനോടല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. മാമനോടല്ലേ എടുക്കാനായിട്ട് പറഞ്ഞത്, സുകന്യേച്ചിയുടെ തലക്കൊഴിഞ്ഞ് നാണയം എടുക്കാനായിട്ട്. അത് കേട്ടപ്പം ധർമ്മ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാനത് മറന്നുപോയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി, കാരണം ഒരു പൂജ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് ചില കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ ആ നാണയം എടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവുന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. 2 ദിവസമായിട്ട് ബഹലിന്റെയും ഗോപതിന്റെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. ഇന്ന് ഇതിലെ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.